ഉപപ്രാസനെ കുറിച്ച് വേദപുസ്തകത്തിൽ 3 ഭാഗത്താണ് വായിക്കുന്നത്. ആ 3 ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിച്ചതിന് ഉപപ്രാസനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. കൊലോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ 13 വരെ, കൊലോസ് ലേഖനം 1-7-8 വാക്യങ്ങൾ, ഫിലോമോൻ ലേഖനം 23-ാമത്തെ വാക്യം. എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എപ്പഫ്രാസിനെ കുറിച്ച് ഈ സഭയുടെ സ്ഥാപകനായി 3 സഭകൾ സ്ഥാപിക്കപ്പെട്ട, ജീവൻ കൊടുത്ത് കർത്താവിനെ സ്നേഹിച്ച ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇന്ന് രാത്രി ഈ ക്യാരക്ടർ സ്റ്റഡിയിൽ പഠിക്കുകയാണ്. വായിച്ചു കേൾപ്പിക്കാം. കൊലോസ്യ ലേഖനം 4-12 മുതൽ 13 വരെ. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഏലപ്പുലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേവാസും ഇനി 1-7-8 വാക്യം. നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹോദരനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകരും നിങ്ങൾക്ക് ആത്മാവിനായുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവരുമാവും. അടുത്തത് ഫിലോമോൻ ലേഖനം 23-ാം വാക്യത്തിൽ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലോമോൻ 23-ാം വാക്യം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കൊലോസ്യയിൽ സുവിശേഷം എത്താൻ ഇടയായത് എപ്പഫ്രാസിലൂടെയും ഫിലോമോനിലൂടെയും. എപ്പഫ്രാസ് എങ്ങനെ സുവിശേഷം കേട്ടു എന്നുള്ളതും എപ്പഫ്രാസ് എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനും 2 അനുമാനങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഒന്ന്, പെന്തക്കോസ്ത് നാളിൽ ഈ ഫ്രൂഗിയിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ടർക്കിയ മേഖലയിലുള്ള ആളുകളും അവിടെ എത്തപ്പെട്ടിരുന്നു. ആ പെന്തക്കോസ്ത് നാളിലുണ്ടായ ഉണർവിൽ ഇവരുണ്ടായിരിക്കാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി എഫെസോസ്, ഏഷ്യ മൈനർ മേഖലയിൽ പൗലോസ് അപ്പോസ്തലൻ നടത്തിയ സുവിശേഷ വേല നിമിത്തം രക്ഷിക്കപ്പെട്ട് വചനം കേട്ടവരുടെ കൂട്ടത്തിൽ എപ്പഫ്രാസും ഫിലോമോനും ഉണ്ടായിരുന്നു എന്നാണ് ആധികാരികമായി കൂടുതൽ വേദചിന്തകന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിനോട് എപ്പഫ്രാസിനും ഫിലോമോനും അതിയായ ബന്ധമുണ്ടാകാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ പോലും ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് കൊലോസിയിൽ പോയിട്ടില്ലാത്ത പൗലോസിനെ തേടി ജയിലിലേക്ക് ഇവർ ചെല്ലാൻ കാരണമായത് പൗലോസിനെ കുറിച്ച് കേട്ടിട്ടുള്ള നല്ല പഠനങ്ങളും പൗലോസിലൂടെ ഇവർക്ക് പകർന്നു കിട്ടിയ സുവിശേഷവും ഉപദേശവും നിമിത്തമാണെന്നാണ് വേദചിന്തകന്മാർ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ എപ്പഫ്രാസിനെ നമ്മൾ പഠിക്കുകയാണ്. എപ്പഫ്രാസിനെ കുറിച്ച് നമ്മൾ വളരെയധികം ആഴമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ആഴമായി പഠിക്കേണ്ട ഈ ഭാഗങ്ങളിൽ 3 വാക്യമേ ഉള്ളൂ എങ്കിലും അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരുപാട് വേദപണ്ഡിതാക്കളും വേദചിന്തകന്മാരും നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഒരു ദൈവദാസനാണ് എപ്പഫ്രാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുകയും പൗലോസ് ആവർത്തിച്ചു പറയുകയും പഠിതാക്കൾ ആവർത്തി പറയുകയും ചെയ്യുന്ന 1-ാമത്തെ പദം നമ്മൾ വായിച്ചു. താൻ ദൈവത്തിന്റെ അടിമയായി, ക്രിസ്തുവിന്റെ അടിമയായി. അപ്പോൾ എപ്പഫ്രാസ് ആരായിരുന്നു എന്ന് താൻ സ്വയം പറയുന്നു. താൻ ക്രിസ്തുവിന്റെ അടിമയായി. ദാസൻ, ഡൂലോസ് എന്ന പദമാണ്. ദാസൻ ആ ദാസൻ എന്ന പദം താൻ സ്വയം ഏറ്റെടുക്കുകയാണ്. പൗലോസ് 2 പേരെയാണ് ക്രിസ്തുവിന്റെ ദാസൻ എന്ന് വേദപുസ്തകം വിളിച്ചിട്ടുള്ളത്. ഒന്ന് ഈ എപ്പഫ്രാസിനെയും 2 തിമോഥെയോസിനെയും. ക്രിസ്തുവിന്റെ ദാസൻ എന്ന് പൗലോസ് പരാമർശിക്കപ്പെട്ട 2 കഥാപാത്ര വേദപുസ്തകത്തിൽ ഉള്ളത് 1 തിമോഥെയോസിനെയും 2 എപ്പഫ്രാസിനെയും. അപ്പോൾ ഈ എപ്പഫ്രാസ് സ്വയം തന്നെ പരിചയപ്പെടുത്തി നമ്മൾ വായിച്ചത്, ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളതാണ്. ഞാൻ ക്രിസ്തുവിന്റെ അടിമ. ഡൂലോസ് എന്ന ശരിയായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ അർത്ഥമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വയം അടിമയാക്കപ്പെട്ട ഒരു മനുഷ്യൻ, ക്രിസ്തുവിന് വേണ്ടി സ്വയം അടിമയാക്കപ്പെട്ട മനുഷ്യൻ. അടിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അടിമത്തം ഉണ്ടായിരുന്ന കാലത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
അടിമത്തം ഉണ്ടായ കാലഘട്ടം. ഞാൻ ഒരു സമയം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. അടിമത്തം ഉണ്ടായിരുന്ന കാലഘട്ടം, ഒരു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഒരടിമയെ ഒരു യജമാനൻ വില കൊടുത്തു വാങ്ങി ആ യജമാന്റെ വീട്ടിൽ കൊണ്ടുവന്ന് 7 വർഷക്കാലം ആ യജമാന്റെ വീട്ടിൽ താൻ പാർത്ത് യജമാന്റെ വേലയൊക്കെ ചെയ്ത് സേവനം ചെയ്യുക. 7 വർഷമാകുമ്പോൾ ആ യജമാനൻ ആ അടിമയോട് ചോദിക്കും, നിനക്ക് വേണമെങ്കിൽ മറ്റൊരു യജമാന്റെ ദാസനാണ്, നിനക്ക് ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകാം. ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഈ അടിമ ആ യജമാന്റെ മുഖത്തേക്ക് നോക്കി പറയും, വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്ക് പറയും, യജമാനനെ, നിന്റെ കൂടെ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ച നന്മകളൊക്കെ ഒത്തിരിയാണ്. ഒന്നുമില്ലാത്തവനായിരുന്നു, 7 വർഷം നിന്നോട് പാർന്നു, എനിക്ക് കഴിക്കാൻ ആഹാരം നൽകി, ധരിക്കാൻ വസ്ത്രം നൽകി, നീ നിന്റെ ദാസനായി എന്നെ ചേർത്ത് നിർത്തി, എനിക്ക് അങ്ങേപ്പോലെ അല്ലാതെ വേറെ യജമാനൻ ആവശ്യമില്ല, ഞാൻ ഇന്നും എന്നും നിന്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞ് ആ ദാസൻ ആ യജമാന്റെ അടിമയായി മാറി. പിന്നീട് ആ ദാസനെ, ആ അടിമയ്ക്ക്, ഡൂലോസിനെ സ്വതന്ത്രമാകാനുള്ള വർഷം ജൂബിലി ഇയറാണ്. അത് 49ാമത്തെ വർഷം കഴിയും. 49 വർഷം കഴിയുമ്പോൾ ഈ യജമാനൻ ഈ ദാസനോട് ചോദിക്കും, നീ കഴിഞ്ഞ 49 വർഷം എൻ്റെ ദാസനായിരുന്നു, പക്ഷേ നിനക്ക് സ്വതന്ത്രമാകാം, ഇനി നീ ഒരു അടിമച്ചന്തയിൽ പോകേണ്ടതില്ല, ഇനി നിന്നെ ആരും വിലയ്ക്ക് വാങ്ങത്തില്ല. കാരണം 49 വർഷം 50ാം വർഷമാണ് ജൂബിലി ഇയർ. ഈ 50ാം വർഷമാകുമ്പോൾ നിനക്ക് സ്വതന്ത്രനായി പോകാം, ഇനി നിനക്ക് ഒരു ആരുടെ അടിമയാകേണ്ടതില്ല, ഓപ്പൺ മാർക്കറ്റിൽ പോകേണ്ടതില്ല, നിന്നെ ആരും വിലയ്ക്ക് വാങ്ങത്തില്ല, നിനക്ക് സ്വതന്ത്രനായി പോകാം. അപ്പോൾ ഈ അടിമ പറയുന്ന ഒരു പദമാണ്, കഴിഞ്ഞ 50 വർഷം നിന്നെ ഞാൻ സേവിച്ചു, എൻ്റെ ജീവിതത്തിൽ തന്നെ എല്ലാം വന്നിട്ടില്ല, എനിക്കുള്ളതെല്ലാം അവിടുന്ന് എനിക്ക് വന്ന് ലഭിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ ആയുസിൻ്റെ നാളല്ല, എൻ്റെ മരണം വരെയും നിന്റെ ദാസനായിരിക്കാം എന്നെ സമർപ്പിക്കും എന്ന് പറയുമ്പോൾ ആലയത്തിൽ കൊണ്ടുപോയി സൂചി കൊണ്ട് കാത് തുളച്ച്, അവൻ്റെ കാത് തുളച്ചിട്ട് അവനോട് പറയുന്ന പദം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവങ്ങളുടെ പിതാക്കന്മാരുടെ നാമത്തിൽ നിന്നെ എന്നും സ്വതന്ത്രനാക്കി വിടുന്ന തരത്തിലേക്ക്. നീ ആരുടെ അടിമയല്ല, പക്ഷെ അവൻ സ്വയം അടിമയാക്കപ്പെട്ട ആ യജമാന്റെ കൂടെ പാർക്കുകയാണ്. ഇതാണ് ഡൂലോസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കും എന്നതുപോലെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ദാസനാകാൻ സ്വയം സമർപ്പിക്കപ്പെട്ട് അതിനുവേണ്ടി തയ്യാറായ ഒരു ദാസനായി സ്വയം ഏൽപ്പിക്കപ്പെട്ട എപ്പഫ്രാസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ പോലെ ബൈബിൾ എഴുതപ്പെടാത്തൊരു കാലഘട്ടം, സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിള് കയ്യിലില്ലാത്തൊരു കാലഘട്ടം, കേൾവി കൊണ്ട് മാത്രം വചനം മനസ്സിലാക്കിയ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ അടിമയാകാൻ സമർപ്പിക്കുന്നു പറയുന്ന ഒരു മനുഷ്യനായി എപ്പഫ്രാസ് മാറിയെങ്കിൽ അതുകൊണ്ടാണ് തനിക്ക് സുവിശേഷം വഹിക്കാൻ ഒരു വലിയ ഹൃദയം തനിക്ക് ദൈവം കൊടുത്തത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവിന്റെ നല്ല ദാസനാകാൻ ഒരുപാട് പേർക്ക് കഴിയയില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ ദാസനാകാൻ നാം സമർപ്പിതമാക്കപ്പെടണം. നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ നല്ല ദാസനാകാൻ. അപ്പോൾ എപ്പഫ്രാസ് ആരായിരുന്നു? അവൻ തന്നെ പറയുന്നു, പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ അടിമയായിരുന്നു, ക്രിസ്തുവിന്റെ ദാസനായിരുന്നു. 2, താൻ പ്രാർത്ഥന പോരാളികൾ. നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്, അവൻ പ്രാർത്ഥന പോരാളികൾ, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. എന്തിനാണ് ഈ ദൈവം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? ഇവർ വിശ്വസ്തയോടെ നിൽക്കണം, ഇവർ ക്രിസ്തുവിന്റെ മുൻപാകെ നിൽക്കണം. താൻ സുവിശേഷം പറഞ്ഞ ഒരാൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് താൻ ഒരു പ്രാർത്ഥന പോരാളിയായിരുന്നു. നമ്മൾ വായിച്ച വാക്യത്തിൽ അതുണ്ടല്ലോ, താൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ പോരാളി, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് താൻ സമയം കണ്ടെത്തുന്ന ആളായിരുന്നു. പ്രാർത്ഥന ജീവിതത്തിന്റെ സമസ്യയാക്കിയ ആളായിരുന്നു. ജയിലിലും പ്രാർത്ഥന, ജീവിതത്തിലും പ്രാർത്ഥന, പോകുന്നിടത്തും പ്രാർത്ഥന, വരുന്നിടത്തും പ്രാർത്ഥന. ഒരു പ്രാർത്ഥന പോരാളിയായിരുന്നു, അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. എപ്പഫ്രാസിനെ കുറിച്ച് ഒത്തിരി
സഭാ ചരിത്രത്തിലെ ആളുകൾ പറഞ്ഞ കൊട്ടേഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് സമയം ഉള്ളതുപോലെ ഞാൻ പറയാം. പക്ഷേ ഈ എപ്പഫ്രാസിനെ അനുകരിക്കാൻ, എപ്പഫ്രാസിന്റെ ക്യാരക്ടർ സ്റ്റഡിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, താനൊരു സ്വയം അടിമയാക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിന്റെ അടിമയാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി താനൊരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായി. പ്രാർത്ഥനാ മനുഷ്യനായി. പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയമാണ്. പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കുന്ന ഒരു ഭക്തന്റെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിയൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ തലമുറയിൽ എക്കാലത്തും ദൈവം ഉപയോഗിക്കപ്പെട്ടവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരും എവിടെങ്കിലുമൊക്കെ ഒരു കടുകുമണിയായി പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെട്ടവരാണ്. പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെട്ട, പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകത്തിൽ ഒരുപാട് പഠനങ്ങളുണ്ടല്ലോ. നമുക്കറിയാം, പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കേണ്ടതില്ല. പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം, അല്ലെ? വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട്. ചില പറയാറുണ്ട്, കർത്താവിനെ അറിയുന്നല്ലോ, അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചെങ്കിൽ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെങ്കിൽ, കർത്താവ് പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിച്ചെങ്കിൽ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചെങ്കിൽ, പ്രാർത്ഥിക്കാൻ അവർ നമ്മെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ നാം എത്രയധികം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥന നമ്മൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അത് ചെയ്യാനായിട്ട് നമുക്കൊരു മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക്. പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുക, മനുഷ്യരോടല്ല നമ്മൾ സംസാരിക്കുന്നത്. പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കണം. വേദപുസ്തകത്തിലും സഭാചരിത്രത്തിലും സഭാഗാത്രത്തിലും പ്രാർത്ഥന കൊണ്ട് ലോകത്തെ ചലിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥന കൊണ്ട് ലോകത്തെ ചലിപ്പിച്ച ഒരുപാട് പേരുണ്ട്. സ്തോത്രം. പ്രാർത്ഥന വീരനായ ജോർജ് മുള്ളറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാപനം സന്ദർശിച്ചിട്ടുണ്ട്. UK ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥന കൊണ്ട് മാത്രം, വിശ്വാസ ജീവിതം കൊണ്ട് മാത്രം ജീവിച്ച എത്രയോ മനുഷ്യന്മാർ ഭൂമിയിലുണ്ട്. തന്റെ സ്ഥാപനത്തിൽ 1000-ലധികം അന്തേവാസികൾ ഭക്ഷണം കൊടുക്കാൻ ഒരു രാത്രി പോലും ഇല്ലാത്ത രാത്രികൾ വരുമ്പോൾ മുട്ടിന്മേൽ കയറി നിന്ന് പ്രാർത്ഥിച്ച് രാവിലെ ഭക്ഷണവുമായി വാഹനങ്ങൾ വരുന്ന 100 ചരിത്രങ്ങൾ തന്റെ സ്ഥാപനത്തിൽ ലിഖിതമായി എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ട് ജീവിച്ച ഭക്തശിരോമണികളുടെ പിന്തുടർച്ചക്കാരാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മള് പ്രാർത്ഥനാവീരനായ ഒരു മനുഷ്യനെയാണ് എപ്പഫ്രാസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്പിരിച്വലായിരുന്നു, ഒറ്റ പ്രാർത്ഥനയായിരുന്നു. കർത്താവേ, ഞാൻ സുവിശേഷം പറഞ്ഞ ഒരാളും ക്രിസ്തുവിന്റെ മുൻപാകെ നിൽക്കാതെ പോകരുത്. ഈ ലേഖനം എഴുതാനുണ്ടായ കോൺടെസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാൽ ഈ ലേഖനം എഴുതാനുണ്ടായ കാരണത്തെ കുറിച്ച് നിങ്ങളുടെ കീ വാക്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ വാക്യം നമുക്കറിയാം. സ്തോത്രം. 1-ാം അധ്യായത്തിലുണ്ടല്ലോ. 1-ാം അധ്യായത്തിൽ ഈ ലേഖനം എഴുതാനുണ്ടായ കാരണം, സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അതിന് 22-ാം വാക്യം മുതൽ 22, അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജനശൈലത്തിന്റെ മരണത്താൽ ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും പോഷിച്ചു പൗലോസ് എന്ന ഞാൻ സുവിശേഷത്തിൽ നിങ്ങൾ കേട്ടുള്ള സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇടകാതെ അടിസ്ഥാനത്തിൽ സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇതിനാണ് ലേഖനം എഴുതിയത്. സ്തോത്രം. ഇതാണ് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയാണ്. എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു എപ്പഫ്രാസിന്റെ പ്രാർത്ഥന അതാണ്. നമ്മള് പ്രാർത്ഥനയിൽ നിങ്ങളെ പോരാട്ടത്തിന് വേണ്ടി നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് വായിച്ച 4:12 നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവീരൻ. പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവീരൻ. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന വിഷയമാണ് പൗലോസ് ഈ ലേഖനം സഭയ്ക്ക് എഴുതാൻ കാരണമായി. എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയാണ് താൻ സുവിശേഷം പറഞ്ഞവരെല്ലാം ക്രിസ്തുവിൽ തികയുക, ക്രിസ്തുവിൽ തികയുക, ഉറപ്പുള്ളവരാകുക, ക്രിസ്തുവിൽ നിൽക്കുക, ഉലയാതിരിക്കുക. ഈ എപ്പഫ്രാസിന്റെ പ്രാർത്ഥന
കേട്ട, ജയിലിൽ ചെന്ന് പൗലോസിന്റെ അടുത്ത് കാര്യം പറയുന്നു, കോൺടെസ്റ്റിൽ പഠിക്കാം. കാര്യം പറയുമ്പോൾ എപ്പഫ്രാസിന്റെ എപ്പോഴുള്ള പ്രാർത്ഥന കൊലോസ്യയിലെ ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ടിട്ടാണ് പൗലോസ് എഴുതുന്നത്. ഇതിനാണ് നമുക്ക് എഴുതുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകുക, നിങ്ങൾ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരാകുക, ഇളകാത്തവരാകുക. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന എത്ര വലിയ പ്രാർത്ഥനയാണ്! ഒറ്റ ലക്ഷ്യമുള്ള എല്ലാവരും ക്രിസ്തുവിൽ ഉണ്ടായിരിക്കണം. എന്ത് നല്ല പ്രാർത്ഥനയാണ് അല്ലെ! എല്ലാവരും ക്രിസ്തുവിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും ഒക്കെ അസൂയ അകത്ത് വരുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും, ഞാൻ സ്വർഗത്തിൽ പോകട്ടെ, എന്റെ കൂട്ടുകാരന്റെ വിശ്വാസം സ്വർഗത്തിൽ പോകാതിരിക്കട്ടെ എന്ന് അറിയാതെ ഒരു ചിന്ത മനസ്സിൽ വരുന്നെങ്കിൽ ആ ചിന്തയും തെറ്റാണ്, പ്രാർത്ഥനയും തെറ്റാണ്. ശരിയല്ലേ? നമ്മുടെ ഈ യോനയെ കുറിച്ച് പഠിക്കുമ്പോൾ, യോനയോട് നിലവിൽ പ്രസംഗിക്കാൻ പറയുമ്പോൾ, യോന നിലവിൽ പ്രസംഗിക്കാതെ തർശീസിലേക്ക് പോകാൻ കാരണമായി വേറെ എന്തെങ്കിലും പഠിക്കുന്നത്, നിലവിലുള്ള ഒരാൾ ഗുണപിടിക്കത്തില്ല, ദുഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്, ഊമാരാണ്, ഗുണപിടിച്ചിട്ട് കാര്യമില്ല, ഇനി എന്തിനാ അവിടെ പ്രസംഗിക്കുന്നത്? നിലവയോട് ദൂത് പറയാൻ യോനയ്ക്ക് കൊടുത്തു, ദൂത് കൊടുത്തു. പക്ഷെ യോന എന്താ പോകാതെ? യോനയുടെ മനസ്സിൽ ഊമാരെല്ലാം ദുഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്, ഊമാരെ ഗുണം പിടിച്ചിട്ട് കാര്യമില്ല, ഊമാർ സ്വന്തത്തിൽ പോയിട്ടും കാര്യമില്ല, ഓരോ സൂക്ഷിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല, തർശീസിലേക്ക് പോകാം. മനസ്സ് ചിന്തിക്കേണ്ട കാര്യം. എപ്പഫ്രാസ് എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യന്റെ ഉള്ളം നീർന്നത്, പ്രാർത്ഥനയിൽ താൻ പോരാടുന്നത്, തന്റെ സുവിശേഷം കേട്ട ഒരാളും ദൈവത്തിൽ നകർന്നു പോകാൻ പാടില്ല. ഒരു നല്ല നികുദാസന്റെ ഹൃദയം, ആമേൻ, ഒരു നല്ല നികുദാസന്റെ ഹൃദയം, അസൂയയില്ലാത്തൊരു നികുദാസന്റെ ഹൃദയം, മറ്റുള്ളവർക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം. എപ്പഫ്രാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാവിനായിരുന്നു, ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സ്വാതന്ത്ര്യം നമുക്കറിയാം. എഫേസ്യ ലേഖനത്തിൽ പുതിയ നിയമത്തിന്റെ വെപ്പൺസ്, സ്ട്രോങ് വെപ്പൺസ് അല്ലെ, വിശ്വാസത്തിന്റെ നമ്മള് ആയുധങ്ങൾ ധരിപ്പി, വിശാലത്തിൽ ആയുധം ധരിപ്പി എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിന്റെ നമ്മൾ ആയുധങ്ങൾ, പുതിയ നിയമത്തിൽ ദൈവവേദന കൊടുത്തിട്ടുള്ള ആയുധങ്ങൾ പറയുന്ന പ്രാർത്ഥനയിൽ പോരാടും. അതിന്റെ ആയുധമാണ് പ്രാർത്ഥനയിൽ പോരാടുക അല്ലേ. നമുക്ക് പോരാടുന്ന രക്തകൊണ്ടല്ല വായിച്ചോളം ചെയ്യാൻ പറ്റാത്ത അടുത്ത എന്താണ് നിർത്തിക്കാൻ കഴിയുന്നത്? സർവായുധവർഗം. ആ സർവായുധവർഗത്തിൽ ഒന്നെന്താണ്? പ്രാർത്ഥനയിൽ പോരാടും. ഈ ഭൂമിയിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ധരിക്കേണ്ട സ്ട്രോങ് വെപ്പൺസിൽ ഒന്നാണ് പ്രാർത്ഥനയിലുള്ള പോരാട്ടം. ആമേൻ. പിശാചിനെ ജയിക്കാൻ, ലോകത്തെ ജയിക്കാൻ, പാപത്തെ ജയിക്കാൻ ഒരു ദൈവവേദന കൊടുത്തിട്ടുള്ള സ്ട്രോങ് വെപ്പൺസ് ഒന്നാണ് ദൈവത്തിന്റെ വചനം, രണ്ടാണ് പരിശുദ്ധാത്മാവ്, മൂന്നാണ് പ്രാർത്ഥന. ആമേൻ. പ്രാർത്ഥന ഒത്തിരി ഉണ്ട്, വെപ്പൺസ് ഒത്തിരി ഉണ്ട്. നമുക്കറിയാം, വിശ്വാസം, രക്ഷ, ഇതൊക്കെ ഉണ്ട്. അതിലൊരു സ്ട്രോങ് വെപ്പണാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും പരാജയപ്പെട്ട് പോകയില്ല. കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ഇനി പറയുന്നത് അത് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് അതൊരു അങ്ങനെ പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല. പറയുമ്പോൾ ഇതൊരു ഭാവിയില് എൻ്റെ ഒരു പുസ്തകമായി രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രാർത്ഥനയെ കുറിച്ച് കുറഞ്ഞൊരു 10 പേജെങ്കിലും ഞാൻ എഴുതാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ, കാരണം ഒത്തിരി വർഷം കൊണ്ട് പലരും പറയുന്നതാണ് കൊലോസ് ലേഖനത്തിന്റെ ഒരു പരിഭാഷ എഴുതണമെന്ന്. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്റർനാഷണൽ പ്രസിഡന്റ് ജോൺ തോമസ് പാസ്റ്ററെ ചിക്കാഗോ സഭയിൽ 10 ദിവസം ഞാൻ ഇതിന്റെ 3-ാം അധ്യായം എടുത്തിരുന്നു. 3-ാം അധ്യായം കൊലോസിലെ 3-ാം അധ്യായം 10 ദിവസം ഞാൻ ചിക്കാഗോ സഭയിലെ ആദ്യം ചെന്ന സമയത്താണ് തോന്നുന്നു ഞാൻ എടുത്തപ്പോൾ 10 സെക്ഷനാണ് ഞാൻ എടുത്തത്. ആ എടുത്ത സമയത്ത് അന്ന് അവിടെ സഭയിലെ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞിരുന്നത് ഒരു പുസ്തകമാക്കണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു വീണ്ടും കഴിയാതെ പോകും, സമയം കാലങ്ങളില്ലാതെ. അങ്ങനെ പുസ്തകമാണെങ്കിൽ ഇത് പ്രാർത്ഥനയെ കുറിച്ച് 10 പേജെങ്കിലും നമുക്ക് എഴുതാൻ സ്ട്രോങ് ആയിട്ട് വേദപുസ്തകത്തിൽ നമുക്കുണ്ടല്ലോ. ഒരു പ്രാർത്ഥന മനുഷ്യരാകാൻ കഴിയുന്നത് പോലെ ഭാഗ്യം വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം. ഭൂമിയിൽ മിടുക്കനായില്ലെങ്കിലും കഴിവില്ലെങ്കിലും പ്രാപ്തിയൊന്നും ഉണ്ടായില്ലെങ്കിലും ദൈവസഭയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ വിനയത്തോട് അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഇന്ന് ഈ ക്യാരക്ടർ സ്റ്റഡി നിങ്ങളോട് പറയുന്നത്? ഏറ്റവും പ്രധാനം കൊലോസി സഭയ്ക്ക് വേണ്ടി എരിയുന്ന പ്രാർത്ഥന, കത്തുന്ന പ്രാർത്ഥന, പോരാടുന്ന പ്രാർത്ഥന,
അകത്തുള്ള കത്തുന്ന പ്രാർത്ഥന. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് അടങ്ങാത്തൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, പ്രാർത്ഥിച്ച സൗഖ്യമുണ്ട്. ഈ സന്ദേശം എന്നോടുള്ള സന്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. കരങ്ങൾ ഉയർത്തി പറയാമോ? പ്രാർത്ഥിക്കാൻ ഈ തലമുറയിൽ കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാൻ, ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറായാൽ നാം പരാജയപ്പെടില്ല, നാം തോറ്റുപോകില്ല, നാം വിജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എപ്പഫ്രാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പഫ്രാസ് ഒരു പ്രാർത്ഥന പോരാളിയായിരുന്നു. പ്രാർത്ഥന പോരാളി, കത്തുന്ന പ്രാർത്ഥന, നിലനിൽക്കുന്ന പ്രാർത്ഥന, പോരാടിയുള്ള പ്രാർത്ഥന. സ്തോത്രം. മൂന്നാമത് എപ്പഫ്രാസിനെ കുറിച്ച് നമ്മൾ ഈ ലേഖനത്തിൽ തന്നെ വായിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവനായി. സുവിശേഷത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവൻ. പ്രയാസപ്പെടുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം സുവിശേഷത്തിന് വേണ്ടി താൻ തന്റെ ശരീരം കൊണ്ടും തന്റെ സമയം കൊണ്ടും താൻ ഒത്തിരി കാര്യങ്ങൾ പ്രയാസപ്പെട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ശരീരം അനങ്ങാത്ത ഒരു വേലയല്ല സുവിശേഷ വേലയെന്ന് പഠിപ്പിക്കുകയും പ്രസംഗിപ്പിക്കുകയും അതിനുവേണ്ടി തന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രയാസപ്പെട്ടു. ഇപ്പൊ നമുക്കറിയാം, എന്നെ പോലെയുള്ള ഉപദേശിമാരെ ഈ വേദി കിട്ടിയാൽ, അവസരം കിട്ടിയാൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. എൻ്റെ കാര്യം തുറന്നു പറയുകയാണ്. അവസരം കിട്ടിയാൽ, പുൾപിറ്റ് കിട്ടിയാൽ, വേദി കിട്ടിയാൽ, ആരെങ്കിലും കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിച്ചാൽ, ആർക്കും പരസ്പരം പ്രസംഗിക്കാൻ വിളിച്ചാൽ പോയി പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ അപ്പൻ അങ്ങനെയല്ല. എൻ്റെ അപ്പൻ 85 വയസ്സുണ്ട്. എൻ്റെ അപ്പൻ ഒരു നിമിഷം പോലും ആരോടും സുവിശേഷം പറയാതിരിക്കുകയില്ല. എൻ്റെ അപ്പൻ ട്രക്റ്റുമായി വീടുകൾ കയറി ഇറങ്ങുകയാണ്. എൻ്റെ അപ്പൻ വീട് കിട്ടുന്ന സമയം മുഴുവൻ ട്രക്റ്റുമായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീടുകളിൽ കയറി ആളുകൾ ആരും അവരോട് കൊടുത്ത് അവരെ കാത്തിച്ചു തുപ്പിയാൽ അത് എൻ്റെ ആ നികലക വലിച്ചെറിയപ്പെട്ടാൽ അതും മേടിച്ച് കളിയാക്കിയതാൽ എൻ്റെ അപ്പനെ കോട്ടപ്രദേശം വിളിച്ചിട്ടുണ്ട്, പ്രാന്തപ്രദേശം വിളിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനെ ആൾക്കാരെ വിളിച്ചിട്ടുള്ളതൊക്കെ പലതുമാണ്. എന്താ കാര്യം? എല്ലാവരുടെ സുവിശേഷം പറയുന്നു, എല്ലാവർക്കും ട്രാക്ട് കൊടുക്കുന്നു, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കഴിച്ചെങ്കിൽ കഴിച്ച്, കുടിച്ചെങ്കിൽ കുടിച്ച്. അങ്ങനെയുള്ള ഉദ്ദേശം ഇവിടെ കണ്ടുണ്ടോ? സുവിശേഷത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നത്. ഇതൊക്കെ പ്രസംഗിക്കാനേ കൊള്ളാമെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ അല്ല, ജീവിതമുള്ള ആളുകൾ അങ്ങനെയുള്ളവരുണ്ടായി. സുവിശേഷത്തിന് വേണ്ടി അവർ സകലതും പരിത്യജിക്കാൻ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറായ ഒരു ധീര പോരാളിയായിരുന്നു എപ്പഫ്രാസ്. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, 3 സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ലൈക്കസ് നദിയുടെ തീരത്തുള്ള 3 പട്ടണങ്ങൾ. ഇവിടെ ചിലപ്പോൾ ദൂരമുള്ള സ്ഥലങ്ങളാണ്. താൻ നിരന്തരം സഞ്ചരിച്ച് അവിടെയെല്ലാം സുവിശേഷം പറഞ്ഞ് തൻ്റെ ശരീരം കൊണ്ട് കഷ്ടപ്പെട്ട്, തൻ്റെ മനസ്സുകൊണ്ട് കഷ്ടപ്പെട്ട് താൻ സുവിശേഷത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നയാളായി. പലരും പറയാറുണ്ട്, വൈറ്റ് കോളർ ജോബാണ് പാസ്റ്റർ പണി, വൈറ്റ് കോളർ ജോബാണ് സുവിശേഷ വേല എന്ന് പലരും ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ വിനയത്തോട് പറയട്ടെ, ഒരിക്കലും വൈറ്റ് കോളർ ജോബല്ല സുവിശേഷ വേല എന്ന് നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകാ പുരുഷന്മാരിലാണ് എപ്പഫ്രാസ്. താൻ അതിനുവേണ്ടി എന്ത് പ്രയാസം സഹിക്കുമായിരുന്നു. വേദപുസ്തക ചരിത്രത്തിൽ പറയുന്നത്, താൻ പോകുന്ന യാത്രയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, താൻ പോകുന്ന യാത്രയിൽ മുറിവേറ്റിട്ടുണ്ട്, താൻ പോകുന്ന യാത്രയിൽ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. എപ്പഫ്രാസിനെ കുറിച്ച് പഠിക്കുന്നത്, എപ്പഫ്രാസ് പോയ യാത്രയിൽ കടലിൽ വീണിട്ടുണ്ട്. എപ്പഫ്രാസ് പോയ യാത്രയിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ സഹിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഏൽപ്പിച്ച ദൗത്യം യജമാനനെ ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യം, തനിക്കൊരു നല്ല പൗലോസിനെ താൻ ലീഡറാക്കി സ്വയം അവരോധിപ്പിച്ചതാണ്. പക്ഷേ താൻ ആ ഒരു മനുഷ്യനും തനിക്ക് നയിക്കാറില്ലെങ്കിലും യജമാൻ ഏൽപ്പിച്ച നല്ല വേലയാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയാസം സഹിച്ചൊരു മനുഷ്യനായിരുന്നു എപ്പഫ്രാസ്. അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചു വരുമ്പോൾ എപ്പഫ്രാസിന്റെ ഉള്ളിലെ കത്തലുകൾ മനസ്സിലാക്കണം. നമ്മൾ അടുത്ത പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുണ്ട്. എപ്പഫ്രാസിന്റെ ഉള്ളിലെ കത്തൽ, സുവിശേഷത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി താൻ കത്തിയ കത്തലുകൾ വളരെ ആവലോടെയുള്ള കത്തലുകളായിരുന്നു. സുവിശേഷത്തിന് വേണ്ടി പ്രയാസപ്പെട്ടു. അടുത്ത തനിക്ക് സുവിശേഷത്തിന് പ്രയാസപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഈ ലേഖനത്തിന്റെ കോണ്ടസ്റ്റ് കൂടെ പഠിക്കും. തനിക്ക് വലിയ പ്രയാസമായതുകൊണ്ട് താൻ പ്രസംഗിച്ച
സത്യവചനത്തിന് വിരുദ്ധമായി ദുരുപദേശം പടർന്ന് കണ്ടപ്പോൾ തന്റെ ഉള്ളിൽ പ്രയാസം തോന്നി. അപ്പോൾ എന്തിനൊക്കെയാണ് പ്രയാസപ്പെട്ടത്? ഒന്ന്, സത്യവചനം യഥാർത്ഥമായി പരക്കാതിരിക്കുന്നത് കൊണ്ട് തനിക്ക് പ്രയാസമുണ്ടായി. ദുരുപദേശങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടും തനിക്ക് പ്രയാസം. താൻ അതിനുവേണ്ടി വളരെ പ്രയാസപ്പെട്ടു, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രയാസപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എപ്പഫ്രാസ് ആരായിരുന്നു? ഒരു പ്രാർത്ഥനാപരാളിയായിരുന്നു. എപ്പഫ്രാസ് ആരായിരുന്നു? ക്രിസ്തുവിന്റെ അടിമയായിരുന്നു. എപ്പഫ്രാസ് ആരായിരുന്നു? സുവിശേഷത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവൻ ആയിരുന്നു. എപ്പഫ്രാസ് ആരായിരുന്നു? അവരൊരു ടീച്ചറായിരുന്നു, പഠിപ്പിക്കുന്ന ആളായിരുന്നു. 1:7 വാക്യം, 1:7 വാക്യം, വചനം ശരിയായി പഠിപ്പിക്കുന്നവൻ ആയിരുന്നു. അവനൊരു ടീച്ചർ, ബൈബിൾ ടീച്ചറായിരുന്നു. സ്തോത്രം. സുവിശേഷം വചനം പഠിപ്പിക്കുന്നയാളായിരുന്നു. ഒരു വേദാധ്യാപകനായിരുന്നു എപ്പഫ്രാസ് എന്ന് പറയുന്നത്. വചനം പഠിപ്പിക്കണമെങ്കിൽ പഠിക്കണ്ടേ? പഠിപ്പിക്കണമെങ്കിൽ പഠിക്കണ്ടേ? പഠിപ്പിക്കണമെങ്കിൽ പഠിക്കണ്ടേ? പഠിക്കണം. വേദപുസ്തകത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു? കർത്താവിന്റെ ശുശ്രൂഷ, യേശു കർത്താവ് ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഒന്ന്, യേശു കർത്താവ് പഠിപ്പിച്ചു, പ്രസംഗിച്ചു, അസാധാരണ ശുശ്രൂഷകൾ ചെയ്തു, മിറക്കിൾ ശുശ്രൂഷകൾ ചെയ്തു. അപ്പോസ്തലന്മാർ എങ്ങനെയായിരുന്നു? അവർ പ്രസംഗിച്ചു, അവർ പഠിപ്പിച്ചു, അസാധാരണ ശുശ്രൂഷകൾ ചെയ്തു. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് നല്ല കാലം കണ്ട, ചരിത്രം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു, ഏറ്റവും വലിയ ടീച്ചർ, ഏറ്റവും വലിയ വേദാധ്യാപകൻ യേശു കർത്താവാണ്. സ്തോത്രം ചെയ്യാമോ? അതെ, ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു ആരാ? യേശു. അതെ, ആ ഗുരുവിന്റെ പിന്നാലെ ഇറങ്ങിയ നല്ല ദാസന്മാരിൽ നല്ല ആ വചനം പഠിപ്പിച്ച ഒരു വേദാധ്യാപകനായിരുന്നു എപ്പഫ്രാസ് എന്ന് പറയുന്നത്. എപ്പഫ്രാസ് വചനം പഠിപ്പിക്കുന്ന ആളായിരുന്നു. അങ്ങനെയെങ്കിലും വചനം പഠിക്കുന്നതായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനം പഠിക്കുന്നത് അത് തികവുള്ളതായി, നിശ്ചയമുള്ളതായി മാറി അനേകരിലേക്ക് പകരാനായിട്ട് ഈ കാലങ്ങളിൽ നാം തയ്യാറാണ്. അതെ, പഠിക്കാനായിട്ട് നമ്മൾ സമയം ഒത്തിരി കണ്ടെത്തണം. ഇപ്പം എനിക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് ആൾ കുറഞ്ഞു വരും. ചിലപ്പോൾ 2-3 പേരാണ്. ഞാൻ ഒരാളെ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. ഒരാളെ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. ഒരു സ്വന്തം വന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോൾ ഒരാളെ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾ മുടങ്ങാതെ ക്ലാസ്സുകളിൽ വരാനായിട്ട് ക്ലാസ് ഉള്ളപ്പോൾ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഒരു വേദാധ്യാപകനായി, പഠിപ്പിക്കാൻ മനസ്സുള്ള ആളായി. ഇവിടെ ഞാൻ പറയട്ടെ, എന്നോടൊപ്പം എന്നേക്കാൾ കഴിവുള്ള ആളുകളിവിടെ ഉണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ മനസ്സ് വെച്ചാൽ വചനം ശരിക്കും പഠിക്കാനും അത് മറ്റുള്ളവരിൽ പകരാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് വചനം പഠിക്കണം, പഠിപ്പിക്കണം. അവർക്കെന്ന് പറഞ്ഞ് വചനം പഠിക്കണം, പഠിപ്പിക്കണം. അടുത്തെന്താ കൈകൊടുത്ത് പറ, വചനം പഠിക്കണം, പഠിപ്പിക്കണം. വചനം പഠിക്കണം, പഠിപ്പിക്കണം. വചനമാണ് ഒരുവരെ ജീവിപ്പിക്കുന്നത്. വചനമാണ് ഒരുവരെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനമാണ് ഒരുവരെ ചലിപ്പിക്കുന്നത്. വചനമാണ് ഒരാൾക്ക് സൗഖ്യം നൽകുന്നത്. വചനമാണ് രൂപാന്തരം വരുത്തുന്നത്. വചനമാണ് തികയ്ക്കുന്നത്. വചനമാണ് നയിക്കുന്നത്. വചനമാണ് ശുദ്ധീകരിക്കുന്നത്. വചനമാണ് സൗഖ്യമാക്കുന്നത്. വചനം പഠിക്കണം, വചനം പഠിപ്പിക്കണം. സാത്താനെ ജയിക്കാൻ യേശു ഉപയോഗിച്ച സ്ട്രോങ് വെപ്പൺ ദൈവത്തിന്റെ വചനമായിരുന്നു. അല്ലേ? യേശു കർത്താവ് മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ എങ്ങനെ കർത്താവ് ജയിച്ചത്? വചനത്താണ് ജയിച്ചത്. വചനത്തിൽ ശക്തിയുണ്ട്. ലോഗോസ്, അനാദിയിലുണ്ടായ ദൈവത്തിന്റെ വചനം, അത് ജഡമായി അവതരിച്ചതാണ് ക്രിസ്തു. യേശു എന്ന വചനത്തിൽ വായിക്കും. അങ്ങനെയെങ്കിൽ വചനത്തിൽ ശക്തിയുണ്ട്. ഞാൻ ലളിതമായി പറയാം, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി, നിങ്ങൾ വിശ്വാസത്തിന്റെ ഒരു വചനം 10 വട്ടം ഒരു വിട്ടാൽ അതിനകത്തിന് വിടുതലയാണ്. മനസ്സിലായി? ഒരിക്കലെ എൻ്റെ ചെറിയ പ്രായത്തിലാണ്, ആശാന്റെ അത്രയും പ്രായം എനിക്കില്ല, ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ കൂട്ടായ്മ ഫെലോഷിപ്പിൻ്റെ ആരംഭിച്ച സമയത്ത് ഒരു വാടക വീട്ടിൽ ആ വീട് താമസിക്കും. ഭയങ്കര മഴ ഉള്ളപ്പോൾ ഒരു കൊച്ചിന് ഭൂതം അറിയാമോ? കണ്ടിട്ടില്ലെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. ഭൂതം ഭയങ്കര മഴയാണ്. ലോകം നിർത്തിട്ടും ഭൂതം പോകുന്നില്ല.
അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു അമ്മച്ചി, അന്നത്തെ കാലത്ത് ഒരു അമ്മച്ചി, ഭയങ്കര വിശ്വാസത്തിലുള്ള ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി വന്ന കൊച്ചിന്റെ കൈ പിടിച്ചുകൊണ്ട് ദൈവവചനം പറയുക. അമ്മച്ചിക്ക് വേറെ ഒന്നും ചെയ്യാറില്ല. അമ്മച്ചി ദൈവത്താൽ സകലതും സാധ്യം, വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യം, ഇങ്ങനെ പറയുക, വചനം പറയുക, വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ശുശ്രൂഷ ചെയ്യാൻ ഒരു പാസ്റ്റർ വരുന്നത് വരെയും അമ്മച്ചി കൂടെ ഉള്ളവർ അമ്മച്ചിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അന്നത്തെ ബുദ്ധിയിൽ നമുക്കത് ചുമ കഴിഞ്ഞാൽ അമ്മച്ചി എന്താ ചെയ്യുന്നത്? പക്ഷെ അമ്മച്ചിക്കറിയാം ഈ പറയുന്ന വചനത്തിൽ എന്തുകൊണ്ട്? ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. വചനത്തിന് പവറുണ്ട്, ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആകാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. 1:7 വാക്യത്തിൽ വിശ്വസ്ത ശുശ്രൂഷകനെ, വിശ്വസ്ത ശുശ്രൂഷകൻ വിശ്വസ്തനായിരുന്നു. ഫെയ്ത്ത്ഫുൾ സർവൻസ്, വിശ്വസ്തദാസൻ, വിശ്വസ്ത ശുശ്രൂഷകൻ. ഇതൊക്കെ എത്ര സമയം പറഞ്ഞാൽ തീരുകയില്ല നമുക്കറിയാം. ഓരോ വാക്കുകൾക്കും എത്രയോ സമയങ്ങളുണ്ട്, ഓരോ വാക്കുകൾക്കും ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് എത്ര സമയം പറഞ്ഞാലും തീരുകയില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ ഈ ക്ലാസ്സൊക്കെ ആർബോറമാകുന്നുണ്ട്. ഒരു പോർഷൻ തീർത്തു പോകുന്നുള്ളത് ബാക്കി നിങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ഓരോ പദങ്ങൾ, വിശ്വസ്തത അല്ലെങ്കിൽ പ്രാർത്ഥന, ഓരോ പദങ്ങളും മണിക്കൂറുകൾ പറഞ്ഞു പോയാൽ നമ്മുടെ ഈ ക്ലാസ്സുകൾ ഈ നൂറ്റാണ്ടിലൊക്കെ തീരാൻ പോകത്തുള്ളൂ. അത് നിങ്ങൾക്കൊരു ബോറായി മാറുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, നിങ്ങളത് പഠിച്ചു കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നത് വിശ്വസ്തനായിരുന്നു. നമ്മുടെ സഭയിൽ കഴിഞ്ഞ ആഴ്ച മുമ്പ് ഒരു സാക്ഷ്യം കേട്ടു. ഒരു സ്ഥാപനത്തിൽ, അന്യ സംവിധാനമുള്ള ഒരു സ്ഥാപനത്തിൽ വളരെ വലിയ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്തു. അതിൽ ഒരു കുഴപ്പവും വരാതെ നല്ല പേരെടുത്ത് പുറത്തു വന്ന ഒരു സഹോദരി നമ്മുടെ ഇടയിൽ സാക്ഷ്യം. ഞാൻ പറയുന്നത്, എവിടെ ചെന്നാലും നമ്മൾ എന്താകണം? വിശ്വസ്തരാണ്. ആമേൻ എന്ന് പറയാമോ? വിശ്വസ്തരാണ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വസ്തരായി ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് വിശ്വസ്തദാസൻ എന്നാണ്. വിശ്വസ്തദാസൻ, വിശ്വസ്ത ശുശ്രൂഷ. ആമേൻ. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒത്തിരി കുറ്റബോധം എനിക്കുണ്ട്. ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു വിശ്വസ്ത ശുശ്രൂഷകനാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ ഒരു പേടിയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വസ്ത ശുശ്രൂഷകനാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുകൂടെ ഞാൻ ഈ ഭാഗത്തെ ഓർപ്പിക്കുകയാണ്. ഒരു വിശ്വസ്ത ശുശ്രൂഷകനാകാൻ, ഒരു വിശ്വസ്ത സഹോദരനാകാൻ നമുക്ക് കഴിയും. അതിന്റെ അർത്ഥം ദൈവം ഏൽപ്പിക്കുന്നത് അത് അതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ചെല്ലുന്നിടത്ത് സ്തോത്രം, അല്ലെ നമ്മുടെ വേദപുസ്തകത്തിൽ ഒത്തിരി പേരുടെ ചരിത്രങ്ങൾ വായിക്കുന്നു. സ്തോത്രം, യോസഫ് പോയിടത്തെല്ലാം അവന് കൃതാർത്ഥനായി. എന്താ കൃതാർത്ഥമാകാൻ കാരണം? അവൻ ചെല്ലുന്നിടത്തെല്ലാം അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. ജീവിതവും വചനവും ഒരുപോലെ സൂക്ഷിക്കുന്നവനായിരുന്നു. എത്ര കഥാപാത്രങ്ങൾ വേദപുസ്തകം പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ദൈവം നമ്മെ വിശ്വസ്തനെന്ന് എണ്ണി ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തനാകണം. തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, ദൈവം നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിശ്വസ്തനായി നിൽക്കുമെന്ന് കണ്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, ക്യാമ്പസിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, പോകുന്ന സ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, ഭാര്യയോട് വിശ്വസ്തതയുള്ള, ഭർത്താവോട് വിശ്വസ്തതയുള്ള, മാതാപിതാക്കളോട് വിശ്വസ്തതയുള്ള, സഭയോട് വിശ്വസ്തതയുള്ള, ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരു പരസ്പര പൂരിതമായ വിശ്വസ്ത ജീവിതം നയിക്കാൻ നാം തയ്യാറാണ്. വിശ്വസ്ത ശുശ്രൂഷകൻ. ഹല്ലേലൂയ. ദൈവം ഒരാളെ കുറിച്ച് പറയുന്ന നല്ല സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രചോദനമായി മാറാൻ ഇടയായിത്തീരണം. വിശ്വസ്ത ശുശ്രൂഷകൻ. ആമേൻ. ഞാൻ നിൽക്കുന്നില്ല. അടുത്തായി നമ്മൾ വായിക്കുന്നത്, കൊലോസിലോട് ദൈവത്തിന്റെ വചനം പങ്കുവച്ച ആദ്യമായി കൊലോസിയ സഭയോട്, കൊലോസിയ, ഹിയറപ്പോലിസ്, ഈ ലവോദിക്ക സ്ഥലങ്ങളിൽ ആദ്യമായി സുവിശേഷം ചെല്ലാത്ത സ്ഥലങ്ങളിൽ ആദ്യമായി പൈനിയർ സുവിശേഷം പറഞ്ഞു. പൈനിയർ വർക്കർ എന്നാണ് വിളിക്കുന്നത്. പൈനിയർ വർക്കർ, മനസ്സിലായോ? ആദ്യമായി സുവിശേഷം പങ്കുവെക്കുന്നത്.
പൈനിയർ വർക്കർ. ആമേൻ. സ്തോത്രം. അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ഒരു പൈനിയർ വർക്കർ അല്ലേ? ഒരാളും പോയിട്ടില്ലാത്ത, ഒരാളും ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് പോയി സുവിശേഷം ആദ്യമായ ആളുകളോട് പറഞ്ഞ് അവരെ വിശ്വാസി നയിച്ച് അവരെ സഭ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ശുശ്രൂഷയാണ്. അങ്ങനെയുള്ളവരെ എക്കാലത്തും ബഹുമാനിക്കണം. അങ്ങനെയുള്ളവരെ എക്കാലത്തും നമ്മൾ സ്നേഹിക്കണം. ഒരു പൈനിയർ വർക്കറായിരുന്നു എപ്പഫ്രാസ്. ആമേൻ. വലിയ പാടുള്ള കാര്യമാണ്. വലിയ പാടാണ്. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ വലിയ പാടാണ്, വലിയ സാഹസികമാണ്. ഒരാളും പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോയി ആളുകളെ കണ്ടെത്തി സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷയിലേക്ക് നയിച്ച് അവരെ വിശ്വസ്തരായി ചേർത്ത് നിർത്തി അവിടെ സഭകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള സമർപ്പണം, അദ്ദേഹത്തിനുള്ള താല്പര്യം, അദ്ദേഹത്തിനുള്ള ആ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. അവൻ ആരായിരുന്നു എപ്പഫ്രാസ്? ഒരു പൈനിയർ വർക്കറായിരുന്നു. സുവിശേഷത്തിന്റെ ആദ്യ വാക്കുകൾ പറയാൻ ഉപയോഗിച്ച ഒരു ആദ്യ പൈനിയർ വർക്കറായിരുന്നു. ഇനി ആരായിരുന്നു എപ്പഫ്രാസ്? ഒറ്റ വാക്കി പറഞ്ഞാൽ അവൻ സഭാസ്ഥാപകനായിരുന്നു, ഒരു അപ്പോസ്തലനായിരുന്നു, സഭാസ്ഥാപകനായിരുന്നു. ഞാൻ എപ്പഫ്രാസിനെ കുറിച്ച് 7 കാര്യങ്ങൾ കൊലോസ് ലേഖനത്തിൽ നിന്ന് മാത്രമാണ് പറഞ്ഞത്. സഭാസ്ഥാപകൻ എപ്പഫ്രാസ് ആയിരുന്നു കൊലോസ്യ സഭയുടെ സ്ഥാപകൻ. ഈ ഹിയറാപോളിസിലെയും ലവോദിക്ക സഭയുടെ സ്ഥാപകൻ എപ്പഫ്രാസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എപ്പഫ്രാസിനെ കുറിച്ച് കൊലോസ് ലേഖനത്തിൽ നിന്ന് മാത്രം ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ, അതിൽ കൂടുതൽ പറയാനുണ്ട്. പക്ഷെ 7 കാര്യങ്ങൾ വളരെ മുകളിലായ 7 കാര്യങ്ങൾ. അതൊന്ന് ആർക്കെങ്കിലും ഒന്ന് ആവർത്തിച്ച് പറയാമോ? ക്രിസ്തുവിന്റെ ദാസൻ, ക്രിസ്തുവിന്റെ അടിമ ആയിരുന്നു, ഒരു പ്രാർത്ഥനാ പോരാളിയായിരുന്നു, സുവിശേഷത്തിന് വേണ്ടി പ്രയാസപ്പെട്ടവനായിരുന്നു, ഒരു ബൈബിൾ ടീച്ചറായിരുന്നു. അടുത്തത് വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു. ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ച് വിജയിപ്പിച്ചവൻ. അടുത്തത് സഭാസ്ഥാപകൻ. എന്തുകൊണ്ടും അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവദാസൻ. ഹല്ലേലൂയ.